വാർത്തകൾ വിശദമായി. പാലക്കാട് നഗരസഭാ ചെയർപേഴ്സണായി പ്രമീള ശശിധരൻ വിജയിച്ചു. 28 വോട്ടുകൾ നേടിയാണ് പ്രമീള ശശിധരൻ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് വിജയിച്ചത്. BJP നേതാക്കൾ ചെയർപേഴ്സണ് അഭിനന്ദനങ്ങൾ അറിയിച്ചു. പാലക്കാട് നഗരസഭയുടെ മുടങ്ങിക്കിടക്കുന്ന പദ്ധതികൾ പൂർത്തീകരിക്കുമെന്നും അതിനാണ് പ്രാധാന്യം നൽകുന്നതെന്നും പ്രമീള ശശിധരൻ മാധ്യമങ്ങളോട് പറഞ്ഞു. പാലക്കാട് നഗരസഭാ ചെയർപേഴ്സണായി പ്രമീള ശശിധരൻ വിജയിച്ചു. 28 വോട്ടുകൾ നേടിയാണ് പ്രമീള ശശിധരൻ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് വിജയിച്ചത്. സ്ഥാനാർത്ഥികളായിട്ടുണ്ടായിരുന്നത് ഓരോരുത്തർക്കും കിട്ടിയ വോട്ട് കണക്ക് വായിക്കാം. ഉഷ 7 വോട്ടുകളാണ് ലഭിച്ചിട്ടുള്ളത്. പ്രമീള കുമാരിക്ക് 28 വോട്ട്, മിനി ബാബു 17 വോട്ട്. വെൽഫെയർ പാർട്ടിയുടെ അടക്കം 17 വോട്ടുകൾ നേടി UDF സ്ഥാനാർത്ഥി മിനി ബാബു 2ാം സ്ഥാനത്തെത്തി. 7 വോട്ടുകൾ നേടി LDF സ്ഥാനാർത്ഥി ഉഷ രാമചന്ദ്രൻ 3ാം സ്ഥാനത്തെത്തി. തിരഞ്ഞെടുപ്പിന് ഒരാഴ്ച മുൻപ് തന്നെ LDF UDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചെങ്കിലും BJP സ്ഥാനാർത്ഥിയുടെ പേര് തിരഞ്ഞെടുപ്പ് ദിവസം രാവിലെയോടുകൂടിയാണ് പ്രഖ്യാപിച്ചത്. അതേസമയം BJPക്കുള്ളിൽ രാഷ്ട്രീയ ചേരിപ്പോരുണ്ടെന്ന് പ്രതിപക്ഷം ആരോപിക്കുമ്പോൾ 28 വോട്ടും നേടി BJPക്കുള്ളിൽ രാഷ്ട്രീയ പ്രശ്നങ്ങളില്ലെന്ന് തെളിയിക്കുകയാണ് പാലക്കാട് നഗരസഭ BJP നേതൃത്വം. നിയമാനുസൃതം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്ന് ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായി വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്നും ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. പാലക്കാട് നഗരസഭയിലെ 12ാം വാർഡ് പുത്തൂർ സൗത്തിൽ നിന്നാണ് പ്രമീള ശശിധരൻ വിജയിച്ച് പാലക്കാട് നഗരസഭയിലേക്കെത്തുന്നത്. കഴിഞ്ഞ 2 ഭരണസമിതിയിലും പാലക്കാട് നഗരസഭയുടെ ചെയർപേഴ്സൺ സ്ഥാനം വഹിച്ചിരുന്നത് പ്രമീള ശശിധരനാണ്. പാലക്കാട് നഗരസഭയുടെ മുടങ്ങിക്കിടക്കുന്ന പദ്ധതികൾ പൂർത്തീകരിക്കുമെന്നും അതിനാണ് പ്രധാനമായും പ്രാധാന്യം നൽകുന്നതെന്നും പ്രമീള ശശിധരൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ചില പ്രയാസങ്ങൾ കൊണ്ട് ഒരു രാജിവെച്ചത് കാരണം ഒരു ഇലക്ഷൻ വന്നു എന്നുള്ളൂ. അവരുടെ ചില പ്രയാസങ്ങൾ കൊണ്ട് ഒരു രാജിവെച്ചു. അതുകൊണ്ട് റീ ഇലക്ഷൻ വന്നു എന്നുള്ളത്. നേരത്തെ മികച്ച ഭരണം നടത്തി വീണ്ടും അധികാരം കിട്ടുകയാണ് ചെയ്തത്. ഇപ്പം അതേ കർത്തവ്യം വീണ്ടും വരികയാണ്. തീർച്ചയായിട്ടും ഇനിയുള്ള ഒരുപാട് കർത്തവ്യങ്ങൾ ചെയ്യാനുണ്ട്. ഒരുപാട് മുടങ്ങി വെച്ച കുറേ പദ്ധതികളുണ്ട്. അതെല്ലാം മുന്നോട്ട് കൊണ്ടുവരണമെന്നാണ് ആഗ്രഹം. പൂർത്തീകരിക്കാത്ത പദ്ധതികൾക്ക് മുൻതൂക്കം നൽകുമെന്നാണ് എനിക്ക് തീർച്ചയായിട്ടും എല്ലാവരുമായിട്ടും കൂടിയാലോചിച്ചിട്ട് ചെയ്യുള്ളൂ. തീർച്ചയായിട്ടും പൂർത്തീകരിക്കാത്ത ഒരുപാട് പദ്ധതികൾ ഇവിടെ ഉണ്ട്. അതിന് മുന്നോക്കം നൽകുമെന്ന് എനിക്ക് പറയാം. അവർക്ക് ചില ബുദ്ധിമുട്ടുകൾ, അവരുടെ ശാരീരികമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് അവർ രാജിവെച്ചതാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഒരു റീ ഇലക്ഷൻ വന്നു. അതിൽ BJP സ്ഥാനാർത്ഥിയെ നിർണയിച്ചു. അങ്ങനെയാണ് ഇലക്ഷൻ നടന്നത്. പാർട്ടി തീരുമാനിക്കുന്നതല്ലേ, നമ്മളല്ലല്ലോ. അതിൽ പാർട്ടിക്കാണല്ലോ എല്ലാം അധികാരങ്ങളും. പാർട്ടിയും സംഘടനയുണ്ടല്ലോ, അവരാണ് തീരുമാനിക്കുന്നത്. ഫലം പ്രഖ്യാപിച്ചതും BJP കൗൺസിൽ അംഗങ്ങൾ, BJP സംസ്ഥാന സെക്രട്ടറി C കൃഷ്ണകുമാർ, ജില്ലാ പ്രസിഡന്റ് KM ഹരിദാസ്, മറ്റ് BJP നേതാക്കൾ ചെയർപേഴ്സണെ അഭിനന്ദനങ്ങൾ അറിയിച്ചു. പാലക്കാട് നഗരസഭയിൽ ചെയർപേഴ്സണായിരുന്ന പ്രിയ ജയൻ ചില കാരണങ്ങളാൽ രാജിവെച്ചതിനെ തുടർന്നാണ് പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് പുതിയ തിരഞ്ഞെടുപ്പ് നടന്നത്. UTV ന്യൂസ്, പാലക്കാട്.